ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്കിപ്പോൾ പാർട്ടി, ഇഫ്താറിന് ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ്. ഞാൻ പാല്, സാഗോ, റോസ് സിറപ്പ് ഇവയൊക്കെ വെച്ചാണ് ചെയ്യുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയുമാണ്. ഇത് കാണാൻ വളരെ ഭംഗിയുമാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ തണുപ്പിച്ചൊക്കെ കുടിക്കാൻ വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഞാൻ ഇതിനു മുമ്പ് ഒരു ലഞ്ചിൻ്റെ റെസിപ്പിയാണ് ഇട്ടിരുന്നത്. കാണാത്തവരെല്ലാം കണ്ടു നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. മിൽക്ക് സർബത്ത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാഗോ അഥവാ ചൗവരിയാണിത്. സാഗോ നമുക്ക് മാർക്കറ്റിൽ പല ടൈപ്പിലും വാങ്ങാൻ കിട്ടും. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലെ നല്ല വൈറ്റ് കളറിലുള്ള സാഗോ ആണ്. ഇതിനെ പേൾ സാഗോ എന്ന് പറയും. ഇത് നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും. ചില സാഗോ കുറേ സമയം എടുക്കും വെന്ത് കിട്ടാനായിട്ട്. ഇതുപോലുള്ള സാഗോ തന്നെ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം. ഇത് നല്ലതുപോലെ കഴുകി അരമണിക്കൂർ കുതിർത്ത് വെച്ച ചൗവരിയാണിത്. നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് വേണ്ടത് റോസ് സിറപ്പാണ്. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും തന്നെ വാങ്ങാൻ കിട്ടും. നമ്മളിത് സർബത്തിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും സർബത്തിനൊരു പിങ്ക് കളറും നല്ലൊരു ഫ്ലേവറും കിട്ടും. ഇനി വേണ്ടത് ആവശ്യത്തിന് പഞ്ചസാര. പിന്നെ വേണ്ടത് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് പശുവിൻ പാലാണ്. നമുക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം. പശുവിൻ പാലാകുമ്പോഴത്തേക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പാൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും പാൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. ഇനി പാലൊന്ന് സ്റ്റൗവിൽ വെച്ചൊന്ന് തിളപ്പിക്കണം. പാൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ ഒരു 2.5 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടാണിത് സർബത്ത് ഉണ്ടാക്കുന്നത്. പാല് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന സാഗോയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളപ്പിക്കണം. ഇപ്പോൾ പാലെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഈ സാഗോ കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. നന്നായിട്ട് കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് 2-3 മിനിറ്റും കൂടെ ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റോസ് സിറപ്പിന് കുറച്ച് മധുരമുള്ളതാണ്. അത് കാരണം പഞ്ചസാര ആദ്യം കുറച്ച് ചേർത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പ് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. റോസ് സിറപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ റോസ് സിറപ്പാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സർബത്ത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പാല് പെട്ടെന്ന് പിരിഞ്ഞു പോകും. ഇത് ചൂടോടുകൂടി നല്ലൊരു തണുപ്പിച്ച് വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. സർവ് ചെയ്യുന്നതിന് മുൻപായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. സാഗോ ഒക്കെ ഒന്ന് അല്ലെങ്കിൽ അടി കിടക്കും. വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സർബത്താണിത്. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ നോമ്പ് കാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ്. ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ വീഡിയോ കണ്ടു നോക്കി ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.